നിയുക്ത ചീഫ് സെക്രട്ടറി എ ജയതിലകിനും കെ ഗോപാലകൃഷ്ണൻ IASനുമെതിരെ ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നു. പട്ടികജാതി വികസന ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് നടത്തിയെന്നാണ് പരാതി. കേന്ദ്ര വിജിലൻസ് കമ്മീഷന് ലഭിച്ച പരാതി അന്വേഷണത്തിനായി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ എ ജയതിലക്, കെ ഗോപാലകൃഷ്ണൻ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന പേരുകളാണ്. പ്രത്യേകിച്ച് എൻ പ്രശാന്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവർക്കെതിരെ ഗുരുതര പരാതിയാണ് വന്നിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ പരാതി പുറത്തു വന്നത്? വിവരങ്ങൾ. ക്രിസ്tina, 30-ാം തീയതി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിശ്ചയിച്ചിട്ടുള്ളത് എ ജയതിലകിനെയാണ്. ആ ജയതിലകിനെതിരെയും നിയുക്ത ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുള്ളത്. കേരളത്തിലെ PM അജയ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പകർപ്പിൽ പറയുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരാതി ആവശ്യമായ നടപടികൾക്കായി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിയുടെ പരാതിയായിരുന്നു ഇതിനൊക്കെ ആധാരം എന്നുള്ള കാര്യം. കൊല്ലം സ്വദേശി ജെ ബെൻസി സമർപ്പിച്ച പരാതിയിലാണ് IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ എ ജയതിലക്, അതേപോലെ തന്നെ കെ ഗോപാലകൃഷ്ണൻ ഉൾപ്പെട്ട സംഘം 58.25 കോടിയുടെ അഴിമതി നടത്തിയതായി ആരോപിക്കുന്നത്. ഈ പട്ടികജാതി സമുദായങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിൽ അതിൽ വൻതോതിൽ ക്രമക്കേടുകൾ നടത്തിയെന്നുള്ളത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ കേന്ദ്ര ഫണ്ട് വിനിയോഗം നടത്തിയ IAS ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിനാൽ CVCക്ക് നേരിട്ട് ഇത് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വിഷയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയതെന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട കത്തിൽ പറയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പിന്നോക്ക വിഭാഗക്കാർക്കായിട്ടുള്ള മത്സരാധിഷ്ഠിതമായ കോഴ്സുകൾ, ആ ഏവിയേഷൻ കോഴ്സിൻ്റെ ഏവിയേഷൻ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട സ്വകാര്യ കമ്പനിയായ വേൾഡ് വൈഡ് ഫ്ലൈറ്റ് സർവീസസ് എന്ന കമ്പനിക്ക് ടെൻഡർ നൽകാതെ അതിനുള്ള അനുമതി നൽകി, ടെൻഡർ വിളിക്കാതെ അനുമതി നൽകി എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം. മാത്രവുമല്ല, ഇത് ടെൻഡർ നൽകാതെയാണ് ഇത് നൽകിയിട്ട് ഈ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിച്ചു എന്നുള്ളതും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അംഗീകാരമില്ലാതെയാണ് ആ കോഴ്സ്, ആ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് കോഴ്സ് നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് മുൻപിലെത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തി എടുക്കുന്ന തീരുമാനം അത് സ്വാഭാവികമായും എ ജയതിലകിനെ സംബന്ധിച്ചും കെ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചും നിർണായകമാകും. ക്രിസ്tina. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും പുതിയ ഒരു പദവിയിലേക്ക് പരിഗണിക്കുന്ന വേളയിലാണ് ഇവർക്കെതിരായ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്.